ആ വിധി കേൾക്കാൻ നടൻ ദിലീപ് കോടതിയിൽ എപ്പോൾ എത്തും എന്നാണ് ജിൽസി ഇനി നമുക്ക് അറിയേണ്ടത്. നടരാജ് പരശുറാം ചേരുന്നുണ്ട്. നടരാജ്, ദിലീപ് ആലുവയിലെ വീട്ടിലുണ്ടോ എന്ന കാര്യം പോലും നമുക്ക് സ്ഥിരീകരിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. പക്ഷേ എന്താണ് സൂചനകൾ ലഭിക്കുന്നത്? ദിലീപ് എപ്പോഴാണ് കോടതിയിലേക്ക് പുറപ്പെടുക? അത് ആലുവയിലെ വീട്ടിൽ നിന്നാണെങ്കിലും അല്ലെങ്കിലും എന്താണ് നമുക്ക് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം? നൗഫൽ, ആലുവയിലെ ദിലീപിന്റെ വീട്ടിന് മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. നമുക്കറിയാവുന്നതുപോലെ അല്പസമയം മുമ്പാണ് ദിലീപിന്റെ കാറ് ഇവിടെ നിന്നും പുറത്തേക്ക് പോയത്. അത് അല്പസമയം മുമ്പ് വരെ ഇവിടെ കാർ ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പോൾ പുറത്തേക്ക് കാർ പോയിട്ടുണ്ട്. അദ്ദേഹം ഇതിനകത്ത് ഉണ്ടെന്നും ഇന്നലെ രാത്രി ഇവിടെ എത്തിയെന്നുമാണ് ചില അയൽവാസികൾ നമ്മളോട് പറഞ്ഞത്. പക്ഷേ ഇത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്നവരോ മറ്റാരുമോ തന്നെ സ്ഥിരീകരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും 11 മണിക്ക് കോടതി നടപടി തുടങ്ങുമെങ്കിൽ എല്ലാ പ്രതികളും ഹാജരാകണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരു 9:30-ക്കെങ്കിലും ആലുവയിലെ വീട്ടിൽ നിന്നും ദിലീപ് എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് പോകേണ്ടതുണ്ട്. 9:30-ഓടുകൂടിയെങ്കിലും അദ്ദേഹം വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇറങ്ങി എറണാകുളം സെഷൻസ് കോടതിയിലേക്ക് പോകും എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ നിന്നും ഒഴിഞ്ഞുമാറാൻ അദ്ദേഹം ഹോട്ടലിലേക്കോ മറ്റ് ബന്ധുക്കളുടെയോ സുഹൃത്തുക്കളുടെയോ വീട്ടിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ തന്നെയും കൊച്ചി നഗരത്തിലാണെങ്കിൽ ഒരു അരമണിക്കൂർ വ്യത്യാസത്തിൽ തന്നെ അദ്ദേഹത്തിന് അവിടെ എത്താൻ കഴിയും. പക്ഷേ കേസിന്റെ വിചാരണ ഘട്ടങ്ങളിലും മറ്റ് ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം തന്റെ വീട്ടിൽ നിന്നും രാവിലെ സ്വന്തം വാഹനത്തിൽ പോകുന്നതാണ് നേരത്തെയൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളത്. അദ്ദേഹം തന്റെ വാഹനത്തിൽ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന കാഴ്ചകളാണ് അന്നൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു ദിവസം പ്രത്യേകിച്ച് അദ്ദേഹം തന്റെ ദിനചര്യയിൽ മാറ്റം വരുത്തേണ്ട ഒരു സാഹചര്യം നമ്മൾ കാണുന്നില്ല. സാധാരണഗതിയിൽ അതിനിർണായക ദിവസം വരുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന് തൊട്ടടുത്തുള്ള ആലുവ ശിവക്ഷേത്രത്തിൽ പ്രാർത്ഥനയ്ക്കായി പുറത്തിറങ്ങുന്ന ഒരു പതിവും കാണാറുണ്ട്. പ്രത്യേകിച്ച് രാവിലെ പുലർച്ചെ സമയത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് അങ്ങനെ ഇറങ്ങി പ്രാർത്ഥനയ്ക്ക് പോകുന്ന പതിവുണ്ട്. പക്ഷേ ഇന്ന് ഈ നിമിഷം വരെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും പുറത്തു വന്നിട്ടില്ല. എന്തായാലും മലയാളത്തിലെ സിനിമയിലെ ഏറ്റവും നിർണായകമായ സ്ഥാനത്തിരുന്നൊരു വലിയ താരരാജാവിന്റെ വിധി എന്താകും എന്നാണ് ഇന്ന് അറിയേണ്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്കും കോടതി പരിസരത്തിലേക്കും ഒക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആരാധകരുടെ ഒരു പ്രവാഹം കൂടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇത് കണക്കിലെടുത്തുകൊണ്ട് വലിയ പോലീസ് സുരക്ഷയും കോടതിയിലും കോടതി പരിസരത്തും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും 11 മണിക്കാണ് കോടതി നടപടികൾ തുടങ്ങുക. 12 മണിയോടെയെങ്കിലും കേസിൽ വിധി പ്രസ്താവം ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത്. അപ്പൊ എന്തായാലും ആ അതീവ നിർണായക ദിവസത്തിനായി പ്രോസിക്യൂഷൻ അടക്കം തയ്യാറെടുത്ത് കഴിഞ്ഞു എന്ന് തന്നെയാണ് ആ വിധി ഒരു 12 മണിയോടുകൂടെ നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്.